ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു ദ ന്യൂ സെഷൻ. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് 10th ഗ്രേഡിലെ ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് അതിനകത്ത് എന്തൊക്കെയാണ്, നമ്മൾ സർക്കിൾസ് ഓൾറെഡി പഠിച്ചൊരു കാര്യമാണ്. സർക്കിൾസിന്റെ തിയററ്റിക്കൽ മെത്തേഡ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. എന്താണ് കോഡ്, എന്താണ് റേഡിയസ്, എന്താണ് സെന്റർ ഓഫ് ദി സർക്കിൾ, ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചതല്ലേ. അപ്പൊ അതൊന്നുകൂടെ ഒന്ന് നമുക്ക് റിവൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏരിയാസിലോട്ട് കയറാം. ഗോട്ട് ഇറ്റ്? അപ്പൊ ഇന്നിപ്പോ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ്, ആ കഴിഞ്ഞ ചാപ്റ്ററിൽ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് വൺ, നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായും നമ്മൾ ഡീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, പെരിമീറ്റർ ആൻഡ് ഏരിയ, ലെങ്ത് ആൻഡ് ആംഗിൾ. ദിസ് വൺ, ഏരിയ ആൻഡ് ആംഗിൾ, കോമ്പിനേഷൻ ഓഫ് ഫിഗേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ കാണുന്ന ഇത്രയും കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പെരിമീറ്റർ ആൻഡ് ഏരിയ, സർക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ കുഞ്ഞുനാൾ മുതൽ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ് ഏരിയ ഓഫ് ദ സർക്കിൾ, പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ. ഓക്കെ, എന്താണ് ഏരിയ, എന്താണ് പെരിമീറ്റർ എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏരിയ റെഫേഴ്സ് ടു ദ, സപ്പോസ് എന്താണ് വൈറ്റ് ബോർഡ് ടോട്ടൽ ഉണ്ട്, അതിൽ ഇതൊരു സർക്കിളാണ്. സർക്കിൾ റെഡിഷ് കളറിൽ കാണുന്ന ഒരു സർക്കിളാണ്. ഇതിന്റെ ഒരു ബൗണ്ടറിയാണ് ഈ കാണുന്നത്. ഈ ബൗണ്ടറിക്കുള്ളിൽ എത്ര പോർഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബൗണ്ടറിക്കുള്ളിൽ എന്തോരം ഉണ്ട് എന്നുള്ളതാണ് എന്ത് നമുക്കെന്ത് വരുന്നത്, ഒരു എന്താ പറയാ, ഏരിയ എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? ഹൗ അബൌട്ട് വാട്ട് ടു സേ പെരിമീറ്റർ? പെരിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പെരിമീറ്റർ എന്ന് പറയുന്നത് നമുക്കൊരു സർക്കിൾ എടുത്താൽ, സപ്പോസ് വി കൺസിഡർ ഒരു ബാങ്കിൾ കൺസിഡർ ചെയ്യുന്ന വെച്ചു. ബാങ്കിൾ നമുക്ക് ഗോൾഡൻ കളറിൽ അല്ലെങ്കിൽ മെറ്റാലിക് ബാങ്കിളാണ്. അത് നമ്മൾ കട്ട് ചെയ്തിട്ട് നല്ല നിവർത്തി പിടിച്ച് നേരെയാക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്താണോ അതാണ് അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ എ സർക്കുലർ ഏരിയ, സർക്കുലർ പോർഷൻ. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇതിൻ്റെ ഒരു ബൗണ്ടറി, ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബൗണ്ടറിയാണ് നമ്മൾ എന്തെന്ന് പറയാം, പെരിമീറ്റർ എന്ന് പറയാം. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനൊന്നുകൂടെ ഒന്ന് ഡിവൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, ഇതിന്റെ മെയിൻ ബേസിക്സ് എന്ന് പറയുന്നത് സർക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആദ്യം പറയുന്ന ഒരു കാര്യം, ദിസ് വൺ, വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് സെന്റർ ഓഫ് ദി സർക്കിൾ. സർക്കിൾ എന്ന് പറയുന്നത്, ബേസിക്കലി സർക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് പോയിന്റ്സ്. സർക്കിൾസിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് പോയിന്റ്സ് ഇക്വി ഡിസ്റ്റന്റ് ഫ്രം എ പെർട്ടിക്കുലർ പോയിന്റ്. ഒരു പോയിന്റിൽ നിന്ന് ഒരേ അകലത്തിൽ കാണപ്പെടുന്ന ഒരുപാട് പോയിന്റുകളുടെ കളക്ഷൻ പറയുന്ന പേരാണ് എന്ത്? സർക്കിൾസ്. ഗോട്ട് ഇറ്റ്? അപ്പോൾ സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു നിശ്ചിത പോയിന്റിൽ നിന്ന്, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഒരേ അകലത്തിൽ കാണപ്പെടുന്ന, ഒരേ ഡിസ്റ്റൻസിൽ കാണപ്പെടുന്ന ഒരു കളക്ഷൻ ഓഫ് പോയിന്റ്സിന് പറയുന്ന പേരാണ് എന്ത്? സർക്കിൾസ്. ഗോട്ട് ഇറ്റ്? നമുക്കിതാ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം, 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 ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരുപാട് കണക്കിന് 360, 400, 6, എന്താ പറയാ, ഇനൂമറസ് നമ്പർ ഓഫ് പോയിന്റ്സ് അതെ. ആ പോയിന്റ്സുകളുടെ എല്ലാം കൂടെ കളക്ഷൻ ആണ് എന്ത് സർക്കിൾ എന്ന് പറയുന്നത്. നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെയുള്ള അകലം സെയിം ആയിരിക്കും. ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെയുള്ള അകലവും സെയിം ആയിരിക്കും. ഈ പോയിന്റിൽ നിന്ന് ഈ കാണുന്ന പോയിന്റിലേക്കുള്ള അകലവും സെയിം ആയിരിക്കും. അപ്പോൾ ഈ കോമൺ ആയിട്ട് കാണുന്ന ഈ പോയിന്റിന് പറയുന്ന പേരാണ് സെന്റർ ഓഫ് ദി സർക്കിൾ. ഓക്കെ, എന്താണ്? സെന്റർ ഓഫ് ദി സർക്കിൾ. ഇനി ഈ സർക്കിളിലുള്ള ഓരോ പോയിന്റിലേക്കുള്ള അകലം സെയിം ആണ് എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ സപ്പോസ് O is the center of the circle. OA, OB, OC, OD, OE, OF, ഇതിലേക്കുള്ള എല്ലാ പോയിന്റുകളിലേക്കുള്ള അകലം എന്താണ്? ഡിസ്റ്റൻസ് സെയിം ആണ്. അങ്ങനെ വരുമ്പോൾ ആ ഡിസ്റ്റൻസിനെ നമുക്ക് എന്തെന്ന് പറയാം? ആ ഒരു ഈക്വൽ ഡിസ്റ്റൻസിനെ നമുക്ക് പറയാൻ പറ്റുന്നൊരു പേര് ഇറ്റ്സ് റേഡിയസ്. എന്താണ്? റേഡിയസ് ഓഫ് ദി സർക്കിൾ. അപ്പോൾ എന്താന്ന് പറഞ്ഞു? ഫസ്റ്റ് പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞേ? സർക്കിൾ ഇസ് എ കളക്ഷൻ ഓഫ് ഓൾ പോയിന്റ്സ്. എന്താണ് ആ പോയിന്റ്സിന്റെ ഒക്കെ പ്രത്യേകത? എന്താ? ഇക്വി ഡിസ്റ്റന്റ്. ഫ്രം
a particular point. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഒരേ അകലത്തിൽ കാണപ്പെടുന്ന ഒരു കളക്ഷൻ ഓഫ് ന്യൂമറസ് പോയിന്റ്സിന് പറയുന്ന പേരാണ് എന്ത്? സർക്കിൾ. ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് ഈസ് നെയിംഡ് ആസ് സെന്റർ ഓഫ് ദി സർക്കിൾ. സെന്റർ ഓഫ് ദി സർക്കിൾ. യൂഷ്വലി സെന്റർ ഓഫ് ദി സർക്കിളിനെ ഡിനോട്ട് ചെയ്യുന്നത് O എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. ഗോട്ട് ഇറ്റ്? ഇനി നമുക്ക് എന്താ പറയാൻ പറ്റുക? ഈ സെന്ററിൽ നിന്ന് ഈ OA, OB, OC, OD, OE, OF ഇതെല്ലാം എന്താണ്? ഈക്വൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. ഹിയർ ഓൾസോ ഇറ്റ് ഈസ് മെൻഷൻഡ് ആസ് ഇക്വി ഡിസ്റ്റന്റ്. ആ ഈക്വൽ ഡിസ്റ്റൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ദാറ്റ് ഈസ് മെന്റ് ടു ബി റേഡിയസ്. എന്താണ്? റേഡിയസ്. ഓക്കെ, റേഡിയസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ള ലെറ്റർ R ആണ്. ഗോട്ട് ഇറ്റ്? അപ്പോൾ റേഡിയസ് എന്താണ്? R ആണ്. ഇനി ഈ കാണുന്നത് OC എന്ന് പറയുന്നത് റേഡിയസ് ആണ്. OP എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? റേഡിയസ് ആണ്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. സിയും ഡിയും ഈ എല്ലാം അങ്ങ് പോട്ടെ, വേറെ രീതിയിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഹിയർ O is the center of the circle. O is the center of the circle. OA is the radius of the circle. OB is also the radius of the circle. OC is also a radius of the circle. Okay, OA radius ആണ്, OC radius ആണ്, OB radius ആണ്. Considering the line joining A and B, AB എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് എന്തിൽ കൂടെ കടന്നു പോകുന്നു? സർക്കിളിന്റെ സെന്ററിൽ കൂടെ കടന്നു പോകുന്നു. റൈറ്റ്? സോ ABയുടെ പ്രത്യേകത എന്താ? ഇറ്റ്സ് ഡബിൾ ദ റേഡിയസ്. അപ്പോ സെന്ററിൽ കൂടെ കടന്നു പോകുന്ന, സർക്കിളിലെ 2 പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന വരയ്ക്ക് പറയുന്ന പേരാണ് ഡയമീറ്റർ. ഗോട്ട് ഇറ്റ്? സോ ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് ഡയമീറ്റർ. Diameter, it will be double the radius. So the diameter will be double the radius. The common point or the particular point is known as center of the circle. ആ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് ഓൾവേസ് ഈക്വൽ ആണ്. ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ ഇക്വിഡിസ്റ്റന്റ് ഈസ് നോൺ ആസ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഗോട്ട് ഇറ്റ്? അപ്പോൾ എന്താണ് അതിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത ടോപ്പിക് എന്താ നോക്കാം. ഇവിടെ ഞാൻ 2 വരകൾ വരച്ചിട്ടുണ്ട്. എന്തിൽ കൂടെ കടന്നു പോകുന്നില്ല? സർക്കിളിന്റെ സെന്ററിൽ കൂടെ അല്ല കടന്നു പോകുന്നത്. അങ്ങനെ വരുന്ന വരകൾക്ക് പറയുന്ന പേര് കോഡ്സ്. ഗോട്ട് ഇറ്റ്? കോഡ്സ്. എന്താണ് കോഡ്? കോഡ് എന്ന് പറയുന്നത് സർക്കിളിന്റെ ഏതെങ്കിലും 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന വരയ്ക്ക് പറയുന്ന പേരാണ് കോഡ്. ഗോട്ട് ഇറ്റ്? സർക്കിളിന്റെ ഏതെങ്കിലും 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന വരയ്ക്ക് പറയുന്ന പേര് എന്താണ്? കോഡ് എന്നാണ്. ഈ കോഡിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താ? ഇവിടുത്തെ ഈ കോഡും സെന്ററും തമ്മിലുള്ള അകലം നോക്കുക. ഈ കോഡും ഈ സെന്ററും തമ്മിലുള്ള അകലം നോക്കുക. കമ്പാരിറ്റീവ്ലി അകലം കൂടുതൽ ഏതിനാ? ഈ കാണുന്ന കോഡിനാണ്. ലെറ്റ് ഇറ്റ് ബി AB. AB be one of the code. PQ another code. Okay, AB and PQ. Considering these 2 codes, ഈ 2 കോഡുകൾ കൺസിഡർ ചെയ്താൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? Here O is the center of the circle. OM is the distance from the center of the circle to the code PQ, and ON is the distance from the center of the circle to the code AB. ഇതൊക്കെ നമ്മൾ സർക്കിൾസിൽ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും കോഡിന്റെ ലെങ്ത് കുറയും. AB, ഒബ്വിയസ്ലി ഈ ഫിഗർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, AB is less than PQ. AB is less than PQ. AB കമ്പാരിറ്റീവ്ലി PQനേക്കാളും ചെറിയ കോഡാണ്. കോഡ് എന്താണെന്ന് പറഞ്ഞു? കോഡ് is the line segment joining any 2 points on the circle. ഒരു സർക്കിളിലുള്ള ഏതെങ്കിലും 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന വരയ്ക്ക് പറയുന്ന പേരാണെന്ത്? കോഡ്. അത് ക്ലിയർ ആണേ? കോഡ് എന്താണെന്ന് ക്ലിയർ ആണേ? ഓക്കെ, ഇനി കോഡിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെന്ററിൽ നിന്നുള്ള അകലം കൂടുന്തോറും കോഡിന്റെ ലെങ്ത് കുറഞ്ഞു വരും.
ഇനി സെന്ററിലേക്കുള്ള അകലം കുറയും തോറും, അതായത് സെന്ററിലേക്ക് അടുക്കും തോറും, സെന്റർ ഓഫ് ദി സർക്കിളിലേക്ക് അടുക്കും തോറും കോഡിന്റെ ലെങ്ത് കൂടി 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 വരും. നമുക്കൊരു മറ്റൊരു കോഡ് വരച്ചു നോക്കാം. ഇതാ ഇവിടെ ഞാനൊരു കോഡ് വരയ്ക്കുന്നു. സി ഡി എന്ന് പറയുന്ന കോഡ് കമ്പാരിറ്റീവ്ലി സെന്ററിൽ നിന്നുള്ള അകലം കൂടുതലാണ്. ഓക്കെ, സെന്ററിൽ നിന്നുള്ള അകലം കൂടുതലാണ്, സെന്ററിൽ നിന്ന് സി ഡിയിലേക്കുള്ള അകലം കൂടുതലാണ്. സോ കമ്പാരിറ്റീവ്ലി പി ക്യൂവിനേക്കാളും നീളം കുറവാണെന്ത് സി ഡിക്ക്, അല്ലേ? ഇനി സെന്ററിലേക്ക് അടുക്കും തോറും എന്താണ്, അതിന്റെ കോഡിന്റെ നീളം കൂടി 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 വരും. അപ്പോൾ ഇതിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്. സെന്ററിലേക്ക് അടുക്കും തോറും എന്താണ്, നീളം കൂടി 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 വരുന്നു. സെന്ററിൽ നിന്ന് അകലും തോറും എന്താണ്, നീളം കുറഞ്ഞു 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 വരുന്നു. അപ്പോൾ ഏറ്റവും നീളം കൂടിയ കോഡ് ഏതായിരിക്കും? എനി ഐഡിയ? ഏറ്റവും നീളം കൂടിയ കോഡ് ഏതായിരിക്കും? യെസ്, ദാറ്റ്സ് ഇറ്റ്. എന്താണത്? ദാറ്റ് ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ, അല്ലേ? അപ്പോ ഇതങ്ങോട്ട് അടുത്ത് വരും തോറും എന്താന്ന് പറഞ്ഞു, നീളം കൂടി കൂടി വരികയെന്നല്ലേ പറഞ്ഞേ. ഇഫ് ഇറ്റ് ഈസ് ലൈക്ക് ദിസ്, എക്സ് വൈ എന്നായിക്കോട്ടെ, എക്സ് വൈ എന്നായിക്കോട്ടെ, ഈ കാണുന്ന കോഡ് എക്സ് വൈ എന്ന് പറയുന്ന കോഡ് എന്തിൽ കൂടെ കടന്നു പോകുന്നു? സെന്ററിൽ കൂടെ കടന്നു പോകുന്നു. അങ്ങനെ സെന്ററിൽ കൂടെ കടന്നു പോകുന്നതിനായിരിക്കും ഈ കോഡുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നീളം കൂടുതലുണ്ടാവുക. അപ്പോൾ ആ പെർട്ടിക്കുലർ കോഡിനെ പറയുന്ന പേരാണ് എന്ത്? ഡയമീറ്റർ. അപ്പോൾ കോഡ് എന്താന്ന് പറഞ്ഞല്ലോ. കോഡ് എന്താണ്? കോഡ് ഇസ് എ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് എനി ടു പോയിന്റ്സ് ഓൺ ദി സർക്കിൾ. ലൈൻ സെഗ്മെന്റ് joining any 2 points on the circle. അപ്പോൾ ഒരു പോയിന്റ് എന്താണ്? കോഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് എനി 2 points on the circle. അടുത്തൊരു പോയിന്റ് എന്താ പറയാൻ പറ്റുക? the longest chord. ലോങ്സ്റ്റ് കോഡിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇറ്റ്സ് എ ഡയമീറ്റർ. ഗോട്ട് ഇറ്റ്? ലോങ്സ്റ്റ് കോഡ്, കൂട്ടത്തിലെ ഏറ്റവും നീളം കൂടിയ കോഡ് എന്തായിരിക്കും? ഇറ്റ്സ് എ ഡയമീറ്റർ വിച്ച് പാസസ് ത്രൂ ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഗോട്ട് ഇറ്റ്? അപ്പോൾ കോഡ് എന്താന്ന് ക്ലിയർ ആയല്ലോ, ഡയമീറ്റർ എന്താന്ന് ക്ലിയർ ആയല്ലോ, റേഡിയസ് എന്താന്ന് ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞു വന്നത്? സെന്റർ ഓഫ് ദി സർക്കിൾ, സെന്റർ ഓഫ് ദി സർക്കിളിൽ നിന്ന് ഒരേ അകലത്തിൽ കാണപ്പെടുന്ന പോയിന്റുകളെയാണ് നമ്മൾ സർക്കിൾ എന്ന് പറയാം. ഓക്കെ, അതൊക്കെ സർക്കിളിന്റെ ഒരു ബേസിക് ഡെഫിനേഷൻ അതാണ്. അതർ ദാൻ ദാറ്റ് ഇക്വി ഡിസ്റ്റൻസ് പറഞ്ഞില്ലേ, ആ ഈക്വൽ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? റേഡിയസ് ഓഫ് ദി സർക്കിൾ. ആൻഡ് കോഡ് എന്താന്ന് പറഞ്ഞു? എ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് എനി 2 points ഓഫ് ദി സർക്കിൾ. ദെൻ ദ ലോങ്സ്റ്റ് കോഡ് ഓഫ് എ സർക്കിൾ ഇസ് ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് ദിസ് ഡയമീറ്റർ വിൽ ബി ഡബിൾ ദി റേഡിയസ്. സെന്ററിൽ നിന്ന് കാണുന്ന, സെന്ററിൽ കൂടെ കടന്നു പോകുന്ന വരെയല്ലേ എന്ത്? ഡയമീറ്റർ. അപ്പോൾ OY R ആണ്, OX R ആണ്. സോ XY വിൽ ബി ഡബിൾ ദ റേഡിയസ്. നേരത്തെ AB യുടെ ലെങ്ത് കണ്ടുപിടിച്ച പോലെ തന്നെ സെയിം പാറ്റേൺ. ഗോട്ട് ഇറ്റ്? അപ്പോൾ നമ്മൾ സർക്കിൾ എന്താ പറഞ്ഞു? സെന്റർ ഓഫ് ദി സർക്കിൾ പറഞ്ഞു, റേഡിയസ് ഓഫ് ദി സർക്കിൾ പറഞ്ഞു, ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ പറഞ്ഞു, കോഡ് ഓഫ് ദി സർക്കിൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഈ കാണുന്ന എന്താണ്? ഈ കാണുന്ന ഭാഗം നമ്മൾ സാധാരണ കേക്കുകളിലൊക്കെ നമ്മൾ പേസ്ട്രി ഒക്കെ കഴിക്കാറില്ലല്ലേ? പേസ്ട്രി എന്താണെന്നറിയാലോ? പേസ്ട്രി എന്താണെന്നറിയാത്ത നിങ്ങൾ ആരും ഉണ്ടാവില്ല. സപ്പോസ് നമ്മളൊരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു കേക്ക് എടുക്കുന്നു. അതിനെ നമ്മൾ പേസ്ട്രി ആക്കാന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ചെറിയൊരു പീസ് എടുക്കുക, അത്രേ ഉള്ളൂ. ആ പീസ് ഓഫ് കേക്കിനെ നമുക്ക് ഈ ഒരു പാറ്റേൺ നമുക്ക് കാണാം, അല്ലേ? ഈ ഒരു ഷേപ്പ് ആയിരിക്കും നമുക്ക് ആ പീസ് ഓഫ് കേക്കിന് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഭാഗത്തിന്, സർക്കിളിനെ സംബന്ധിച്ച് ഈ ഒരു ഭാഗത്തിന് നമുക്ക് എന്തെന്ന് പറയാം? ഇറ്റ്സ് എ സെക്ടർ. മലയാളത്തിൽ സെക്ടർ എൻ്റെ അർത്ഥം എന്താണ്? ഭാഗം എന്ന് മാത്രമാണ്. സെക്ടർ സർക്കിളിന്റെ ഒരു ഭാഗമാണ്. സെക്ടർ എന്ന് പറയുന്നത് എന്താണ്? സർക്കിളിന്റെ ഒരു പാർട്ടാണ്, പാർട്ട് ഓഫ് എ സർക്കിൾ. ആൻഡ് ദിസ് പാർട്ട് ഇസ് നെയിംഡ് ആസ് സെക്ടർ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സെന്റർ ഓഫ് ദി സർക്കിൾ ഉണ്ട്, 2 റേഡിയസ് ഉണ്ട്. അപ്പൊ എന്താണ്? സെന്റർ ഓഫ് ദി സർക്കിളും അല്ലെങ്കിൽ 2 റേഡിയസിന് ഇടയിലായി കാണപ്പെടുന്ന ഈ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്? സെക്ടർ. ഓക്കെ, എന്താണ്? സെക്ടർ.
അപ്പോൾ ഈ കാണുന്നത് എന്താണെന്ന് പറയാ, സെക്ടർ. ഇവിടെ ഈ ബ്ലൂ കളറിൽ കാണുന്ന ഈ ലൈൻ ഉണ്ടോ, അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇറ്റ് ഈസ് നെയിംഡ് ആസ് ആർക്ക്. പുതിയ വേർഡ് ആണെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ സെന്റർ ഓഫ് ദി സർക്കിൾ പറഞ്ഞു, റേഡിയസ് ഓഫ് ദി സർക്കിൾ പറഞ്ഞു, പിന്നെന്താ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ പറഞ്ഞു, കോഡ് ഓഫ് ദി സർക്കിൾ പറഞ്ഞു. ഇപ്പൊ നമുക്ക് എന്താ വന്നത്, സെക്ടർ. സെക്ടർ എന്ന് പറയുന്ന മലയാളത്തിൽ എന്താണ്, ഭാഗം എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരുപാട് തലവഴിക്കേണ്ട ആവശ്യമൊന്നും അതിനകത്തില്ല. സോ സെക്ടർ റെഫേഴ്സ് ടു എ പാർട്ട് ഓഫ് ദി സർക്കിൾ. സർക്കിളിന്റെ ഒരു ഭാഗമാണ് സെക്ടർ. ഇനി സർക്കിളിന്റെ ബൗണ്ടറി നോക്കുവാണെങ്കിൽ, ബൗണ്ടറി ലൈൻ നോക്കുവാണെങ്കിൽ അതിന് ചെറിയൊരു ഭാഗം ഉണ്ടാവും. ഈ സെക്ടറിനോട് ബന്ധപ്പെട്ട് ചെറിയൊരു ഭാഗം ഉണ്ടാവും. ആ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർക്ക്. നമ്മൾ ആർക്ക് വരയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ടില്ല. നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുമ്പോഴത്തേക്ക് ഒരു പെർട്ടിക്കുലർ മെഷർമെന്റ് എടുത്തിട്ട് കോമ്പസ് എടുത്ത് ആർക്ക് വരയ്ക്കുക എന്ന് പറയും. ഈ ആർക്ക് വരയ്ക്കുക എന്ന് പറയുന്നത് എന്താണ്, സർക്കിളിന്റെ ബൗണ്ടറിയുടെ ഒരു ഭാഗമാണ് ആർക്ക്. ഓക്കെ, സർക്കിളിന്റെ ഏരിയയുടെ ഒരു ഭാഗമാണ് സെക്ടർ. ക്ലിയർ? സർക്കിളിന്റെ ഏരിയ, സർക്കിളിന്റെ അകത്ത് വരുന്ന ഭാഗത്തിന്റെ അല്ലെങ്കിൽ സർക്കിളിന്റെ അകത്ത് വരുന്ന പാർട്ടിന്റെ ഒരു ചെറിയ അംശത്തിന് പറയുന്ന പേരാണ് സെക്ടർ. അപ്പോ ആർക്ക് എന്താണ്, സർക്കിളിന്റെ ബൗണ്ടറി ലൈനിൽ വരുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ഇത് ആർക്ക്. ഓക്കെ, അപ്പോ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം മാത്രമാണ്, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ മാത്രമാണ് സെക്ടർ എന്ന് പറയാൻ പറ്റുക? അല്ല, ഈ ഷെയ്ഡ് ചെയ്യാത്ത ഈ കാണുന്ന പോർഷനും എന്ത് തന്നെയാണ്, സെക്ടർ തന്നെയാണ്. അപ്പോൾ ഈ ഫിഗർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ചെറിയ സെക്ടറും ഉണ്ട്, വലിയ സെക്ടറും ഉണ്ട്. എന്താ പറഞ്ഞേ, ചെറിയ സെക്ടർ ഉണ്ട്, വലിയ സെക്ടർ ഉണ്ട്. ഈ ചെറിയ സെക്ടറിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, മൈനർ സെക്ടർ എന്ന് വിളിക്കാം. വലിയ സെക്ടറിനെ എന്തെന്ന് വിളിക്കാം, മേജർ സെക്ടർ എന്ന് വിളിക്കാം. ക്ലിയർ ആണോ? ചെറിയ സെക്ടർ എന്താണ്, മൈനർ സെക്ടർ ആണ്. വലിയ സെക്ടർ എന്താണ്, മേജർ സെക്ടർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെയിം പാറ്റേണിൽ ദാ ഈ ബൗണ്ടറി ലൈനിനെ നമുക്ക് വിളിക്കാമല്ലോ. ഈ കാണുന്ന ബ്ലൂ കളറിൽ കാണുന്ന ഈ ചെറിയ ബൗണ്ടറി ലൈൻ നമുക്ക് മൈനർ ആർക്ക് എന്ന് വിളിക്കാം. എന്താണ്, മൈനർ ആർക്ക്. അപ്പോൾ ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന ഇത്രയും വലിയൊരു ഭാഗത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, മേജർ ആർക്ക് എന്ന് വിളിക്കാം. ഗോട്ട് ഇറ്റ്? അപ്പോൾ മൈനർ റെഫേഴ്സ് ടു ചെറുത്, ചോട്ടാ വാല. മേജർ റെഫേഴ്സ് ടു ബിഗർ വൺ. ഗോട്ട് ഇറ്റ്? A smaller part is named as minor and the bigger part is named as major. Got it? അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, സെക്ടർ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യണേ. സെക്ടർ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇറ്റ്സ് എ മൈനർ സെക്ടർ and this one is major sector. ഓക്കെ, എന്താണ് മൈനർ സെക്ടർ എന്ന് പറയുന്നത്? സെക്ടർ എന്ന് പറയുന്നത് എന്താണ്, ഒരു സർക്കിളിന്റെ ഒരു പാർട്ടാന്ന് പറഞ്ഞു. ആ പാർട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ചെറിയ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് മൈനർ സെക്ടർ, വലിയ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് മേജർ സെക്ടർ. ഗോട്ട് ഇറ്റ്? ഇങ്ങനെയാണെങ്കിൽ ദാ ഈ കാണുന്ന ചെറിയ ബൗണ്ടറി ലൈൻ ഉണ്ടല്ലോ, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം, ആർക്ക് എന്ന് വിളിക്കുന്നു പറഞ്ഞു. ചെറിയ ബൗണ്ടറി ലൈൻ വരുമ്പോൾ മൈനർ ആർക്ക്, വലിയ ബൗണ്ടറി ലൈൻ വരുമ്പോൾ മേജർ ആർക്ക്. ഗോട്ട് ഇറ്റ്? അപ്പോ ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, മൈനർ ആർക്ക്. അപ്പോ ഈ കാണുന്ന ലൈൻ എന്തായിരിക്കും, മേജർ ആർക്ക്. ഓക്കെ, അപ്പൊ എന്തൊക്കെ പറഞ്ഞു? ആദ്യം നോക്കുകയാണെങ്കിൽ സെന്റർ ഓഫ് ദി സർക്കിൾ പറഞ്ഞു, റേഡിയസ് ഓഫ് ദി സർക്കിൾ പറഞ്ഞു, അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഡയമീറ്റർ പറഞ്ഞു. ഡയമീറ്റർ വിൽ ബി ഡബിൾ ദ റേഡിയസ്. ദെൻ കോഡ് എന്താന്ന് പറഞ്ഞു, കോഡ് ഇസ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് എനി 2 points on the circle. After that we came to sector and arc. സെക്ടർ എന്താണ്, ആർക്ക് എന്താണ് എന്ന് നമുക്ക് നോക്കണം. സെക്ടർ refers to a part of the circle, part of area of the circle, and arc refers to a part of perimeter of the circle. സർക്കിളിന്റെ അകത്തുള്ള ഒരു ഭാഗത്തിന്റെ ചെറിയൊരു ഭാഗത്തിന് പറയുന്ന പേരാണ് മൈനർ സെക്ടർ, വലിയ ഭാഗത്തിന് മേജർ സെക്ടർ എന്ന് പറയും. സർക്കിളിന്റെ ബൗണ്ടറി കൺസിഡർ ചെയ്യുവാണെങ്കിൽ ചെറിയൊരു വരയ്ക്ക് പറയുന്ന പേര് മൈനർ ആർക്ക്, ബാക്കിയുള്ള വലിയ വരയ്ക്ക് പറയുന്ന പേര് മേജർ ആർക്ക്. അപ്പോ സെക്ടർ എന്താണ്, ആർക്ക് എന്താണ് മനസ്സിലായല്ലോ. അതിൽ തന്നെ മൈനർ സെക്ടർ ചെറുതാണ്, മേജർ സെക്ടർ വലുതാണ്. മൈനർ ആർക്ക് ചെറുതാണ്, മേജർ ആർക്ക് വലുതാണ്. ഓക്കെ, അപ്പൊ ഒരു ബേസിക് ഐഡിയ കിട്ടിയല്ലോ, എന്താണ് സെക്ടർ എന്താണ് ആർക്ക് എന്നുള്ളൊരു ബേസിക് ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം.
ദാ ഇനി വരുന്ന മറ്റൊരു കാര്യമാണ് ദാ ഇത് O, സെന്റർ ഓഫ് ദ സർക്കിൾ. ഇവിടെ AB എന്ന് പറയുന്നത് ഒരു കോഡാണ് അല്ലെ? AB ഒരു കോഡാണ്. AB ഒരു കോഡാണ്. ആ കോഡ് ഞാൻ വേറൊരു സർക്കിൾ ഒന്ന് വരായിരിക്കും. Here O is the center of the circle. AB will be the diameter of the circle. AB will be the diameter of the circle. AB diameter ആണ്, O center ആണ് എങ്കിൽ ഈ സർക്കിളിനെ 2 equal പാർട്ട് ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്? A diameter divides the circle into 2 equal parts. അപ്പോൾ 2 ഈക്വൽ പാർട്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സെമി സർക്കിൾ എന്ന് വിളിക്കാം. എന്താണ്? സെമി സർക്കിൾ. അതൊരു സെമി സർക്കിൾ ആണ്. ദിസ് വൺ ഈസ് ഓൾസോ സെമി സർക്കിൾ. ഓക്കെ, എന്താണ് സെമി സർക്കിൾ എന്ന് മനസ്സിലായോ? സെമി സർക്കിൾ റെഫേഴ്സ് ടു ഹാഫ് ഓഫ് ദി സർക്കിൾ. ഗോട്ട് ഇറ്റ്? അപ്പോൾ സെമി സർക്കിൾ എന്താണെന്ന് മനസ്സിലായല്ലോ? ഇറ്റ്സ് എ ഹാഫ് ഓഫ് ദി സർക്കിൾ. അപ്പോൾ ഈ ഒരു ബേസിക് ഐഡിയ കിട്ടിയല്ലോ. എന്താണ് സെമി സർക്കിൾ എന്നുള്ളത്? സെമി സർക്കിൾ എപ്പോഴാണ് വരുന്നത്? ഇഫ് എ ഡയമീറ്റർ ഡിവൈഡ്സ് എ സർക്കിൾ ഇൻടു 2 ഈക്വൽ പാർട്സ്. ആ 2 ഈക്വൽ പാർട്സിന് പറയുന്ന പേരാണ് ദ സെമി സർക്കിൾ. ഹൗ അബൌട്ട് ദിസ് വൺ? ഇവിടെ AB എന്ന് പറയുന്നത് ഒരു കോഡാണ്. ഡയമീറ്ററും ഒരു കോഡാണ് കേട്ടോ. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. AB is a code of the circle, right? AB is a code of the circle. ഈ കോഡ് ഈ സർക്കിളിനെ ഈക്വൽ ആയിട്ടാണോ ഡിവൈഡ് ചെയ്യുന്നത്? ഒന്ന് നോക്കിക്കേ. ഈ കാണുന്ന സർക്കിളിനെ AB എന്ന് പറയുന്ന കോഡ് ഈക്വൽ ആയിട്ടാണോ ഡിവൈഡ് ചെയ്യുന്നത്? അല്ല. ഉറപ്പാണേ? ഈക്വൽ ആയിട്ടല്ലല്ലോ ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഒരു ചെറിയ ഭാഗമുണ്ട്, ഇവിടെ വലിയൊരു ഭാഗമുണ്ട്. ആണേ? ഇവിടെ ചെറിയൊരു ഭാഗമുണ്ട്, അവിടെ വലിയൊരു ഭാഗമുണ്ട്. അപ്പോൾ നേരത്തെ നമ്മളൊരു കാര്യം പറഞ്ഞു, 2 റേഡിയസിനിടയിൽ വരുന്ന ഒരു സർക്കിളിന്റെ ഭാഗത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സെക്ടർ എന്ന് വിളിക്കാം. ഇവിടെ എന്താ സംഭവം? ഇവിടെ സെക്ടർ ആണോ? സെക്ടർ അല്ല. പകരം എന്താ വരിക? വി നെയിംഡ് ഇറ്റ് ആസ് സെഗ്മെന്റ്. എന്താണ്? സെഗ്മെന്റ്. ഓരോന്നിനും ഓരോ പേര് നമ്മൾ നോട്ട് ചെയ്ത് പോകണം കേട്ടോ. എന്താണ്? സെഗ്മെന്റ്. ഓക്കെ, സെഗ്മെന്റ്. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ഭാഗത്തിനെ മൈനർ സെക്ടർ, മൈനർ ആർക്ക് എന്ന് വിളിച്ച പോലെ ഇവിടെ ചെറിയ ഭാഗത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? മൈനർ സെഗ്മെന്റ് എന്ന് വിളിക്കാം. എന്താണ്? ചെറിയ ഭാഗത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? മൈനർ സെഗ്മെന്റ്. ഈ വലിയ ഭാഗത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? മേജർ സെഗ്മെന്റ്. മൈനർ സെഗ്മെന്റ്, മേജർ സെഗ്മെന്റ്. എങ്ങനെയൊക്കെയാ പറഞ്ഞേ? മൈനർ സെഗ്മെന്റ് ആൻഡ് മേജർ സെഗ്മെന്റ്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഭാഗം നമുക്ക് എന്തെന്ന് വിളിക്കാം? മൈനർ സെഗ്മെന്റ്. ഇവിടെ മേജർ സെഗ്മെന്റ്. ഓക്കെ, അപ്പോ സെമി സർക്കിളിന്റെ കേസ് പറഞ്ഞു. സെമി സർക്കിൾ എന്ന് പറയുന്നത് എന്താ? ദ ഡയമീറ്റർ ഡിവൈഡ്സ് സർക്കിൾ ഇൻടു 2 ഈക്വൽ പാർട്സ്. ആ ഈക്വൽ പാർട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സെമി സർക്കിൾ. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആണേ? അതുപോലെ എന്താണ്? ഹിയർ AB ഈസ് എ കോഡ് ഓഫ് ദി സർക്കിൾ. ആ കോഡ് സർക്കിളിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നില്ല. ആണേ? ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നില്ല. സോ ഹിയർ വി ക്യാൻ ഹാവ് 2 ഡിഫറെന്റ് പാർട്സ്, എ മേജർ പാർട്ട് ആൻഡ് എ മൈനർ പാർട്ട്. എ ബിഗർ വൺ ആൻഡ് ദ സ്മോളർ വൺ. ആ വലിയ ഭാഗത്തിന് നമ്മൾ മേജർ സെഗ്മെന്റ് എന്ന് വിളിക്കും. സെക്ടറും സെഗ്മെന്റും തമ്മിൽ തിരിഞ്ഞു പോരുത് കേട്ടോ. സെക്ടർ എന്ന് പറയുന്നത് എന്താ? 2 റേഡിയസിന് ഇടയിൽ വരുന്ന ഭാഗമാണ്. ഇവിടെ റേഡിയസ് അല്ലല്ലോ, ഈ കോഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യമാണ്. കോഡിന് മുകളിലെ ഭാഗം അല്ലെങ്കിൽ കോഡിനെ ഡിപ്പെൻഡ് ചെയ്ത് പറയുമ്പോൾ വലിയ ഭാഗത്തിനെ നമുക്ക് മേജർ സെഗ്മെന്റ് എന്ന് വിളിക്കുന്നു, ചെറിയ ഭാഗത്തിനെ നമ്മൾ മൈനർ സെഗ്മെന്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ സെഗ്മെന്റ് എന്താണെന്ന് ക്ലിയർ ആയേ? ഓക്കെ ആണേ? ക്ലിയർ. നെക്സ്റ്റ് വൺ, സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ. സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ. ഓക്കെ, സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്താ? ദ ടോട്ടൽ ലെങ്ത് ഓഫ് ഇറ്റ്സ് ബൗണ്ടറി. എന്താണ്? ദ ടോട്ടൽ ലെങ്ത് ഓഫ് ഇറ്റ്സ് ബൗണ്ടറി. ദ ടോട്ടൽ ലെങ്ത് ഓഫ് ഇറ്റ്സ് ബൗണ്ടറി. ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ സർക്കിളിന്റെ ടോട്ടൽ ലെങ്ത് ഓഫ് ഇറ്റ്സ് ബൗണ്ടറിക്ക് പറയുന്ന പേരാണ് സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ. ഗോട്ട് ഇറ്റ്?
സർക്കംഫറൻസ് അല്ലെങ്കിൽ എന്താ പറഞ്ഞേ പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ. നമുക്ക് സർക്കിളിനെ ഡിപ്പെൻഡ് ചെയ്ത് പെരിമീറ്റർ എന്ന് നമുക്ക് പറയുന്നതിനുപരി നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു വേർഡാണ് ഇറ്റ്സ് എ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ വിച്ച് റെഫേഴ്സ് ടു പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ. ഗോട്ട് ഇറ്റ്? ഓക്കെ. അപ്പോൾ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്താ ഇവിടെ തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് ഇവിടെ ഒരു പുതിയൊരു ലെറ്റർ കാണുന്നുണ്ടോ? അത് പൈ. നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ചേട്ടന്മാരുടെ ഇരിക്കുന്നതും അതുപോലെ തന്നെ അനിയത്തിമാരുടെ ഇരിക്കുന്നതൊക്കെ ചേട്ടനും ചേച്ചിമാരുടെ ഒക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും പൈ ഇസ് എ കോമൺ ലെറ്റർ. പൈ എന്ന് പറയുന്നത് പൈ എന്തിനാ പഠിക്കുന്നത്, പൈയുടെ വാല്യൂ എന്തിനാ പഠിക്കുന്നത്, അതൊന്നും നമുക്ക് ബോധനേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇറ്റ്സ് സിംപ്ലി എ ലെറ്റർ. ഈ മാത്തമാറ്റിക്സിന്റെ എന്താ പറയാ ഭൂതകാലം നോക്കുവാണെങ്കിൽ, ഐ മീൻ പഴയ കാലത്തേക്കൊക്കെ നോക്കുവാണെങ്കിൽ കുറേയൊക്കെ ഗ്രീക്ക് സയന്റിസ്റ്റിൻ്റെയൊക്കെ ഒരു അധിനിവേശം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രീക്ക് ലെറ്റർ ആണ് പൈ എന്ന് പറയുന്നത്. യു ഹാവ് ഹേർഡ് അബൌട്ട് ആൽഫ, ബീറ്റ, ഗാമ. ഇതൊക്കെ നിങ്ങൾ ഫിസിക്സിൽ കേട്ടിട്ടുള്ള കാര്യമല്ലേ? ആൽഫ, ബീറ്റ, ഗാമ ഇതെല്ലാം എന്താണ്? ഗ്രീക്ക് ലെറ്റേഴ്സ് ആണ്. ഓക്കെ. നമ്മൾ സാധാരണ ഓൾജിബ്രയിൽ നമുക്കറിയാൻ വയ്യാത്തൊരു വേർഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാൻ വയ്യാത്തൊരു വാല്യൂ ഉണ്ടെങ്കിൽ അതിനെ സാധാരണ നമ്മൾ എന്താ കൊടുക്കാറില്ലേ? എക്സ് എന്ന് കൊടുക്കും അല്ലേ? നമ്മൾ എക്സ് തന്നെ കൊടുക്കണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. വി ക്യാൻ ഹാവ് എനി ആൽഫബറ്റ്. അതെന്തുകൊണ്ടാണ്? ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 26 ലെറ്റേഴ്സ് ഉണ്ട്. ആ ലെറ്റേഴ്സിന്റെ ഏത് ആൽഫബറ്റ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? അവിടെ യൂസ് ചെയ്യാം. അതുപോലെ ആ കാലഘട്ടത്തിൽ ഗ്രീക്ക് ലെറ്റർ വന്നിരുന്നതാണ് ആൽഫ, ബീറ്റ, ഗാമ. പിന്നെ കുറേ സാധനമുണ്ട്, കൈ, സൈ എന്നൊക്കെ പറഞ്ഞ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഗ്രീക്ക് ലെറ്റേഴ്സ് ആണ്. ന്യൂ, മ്യൂ, അങ്ങനെ കുറെ ലെറ്റേഴ്സ് ഉണ്ട്, ഗ്രീക്ക് ലെറ്റേഴ്സ് ആണ്. അപ്പൊ ഇതിനൊന്നും നിങ്ങൾക്ക് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അതിൽ വന്ന ഒരു ഗ്രീക്ക് ലെറ്റർ ആണ് പൈ റെഫേഴ്സ് ടു ഇംഗ്ലീഷിലെ ആൽഫബറ്റ് നോക്കുകയാണെങ്കിൽ പി എന്ന് പറയുന്ന ലെറ്ററിന് പിക്ക് പകരം നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്രീക്ക് ലെറ്റർ ആണ് പൈ. ഓക്കെ. ഇനി ഈ പൈ എന്ന് പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ പൈ എന്ന് പറയുന്ന ലെറ്റർ കൊടുക്കാൻ കാര്യം? നമുക്കത് അടുത്ത കാര്യത്തിൽ നോക്കാം. ഈ സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു? ഇറ്റ്സ് എ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബൗണ്ടറി, റൈറ്റ്? ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബൗണ്ടറി. ഇവിടെ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ഇറ്റ് ഈസ് 6 സെന്റിമീറ്റർ. എന്താണ് ഡയമീറ്റർ? എന്താണ്? 6 സെന്റിമീറ്റർ ആണ്. ഡയമീറ്റർ 6 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ റേഡിയസ് എത്രയായിരിക്കും? ഇറ്റ് ഈസ് 3 സെന്റിമീറ്റർ. റേഡിയസിന്റെ ഡബിൾ ആണ് ഡയമീറ്റർ. ഇവിടെ 18.85 ആണ് എന്ത്? ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബൗണ്ടറി വിച്ച് മീൻസ് സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ. ഈ സർക്കംഫറൻസിനെ ഞാനിതൊന്ന് മൂവ് ചെയ്യട്ടെ. ഹെഡിങ്ങിന് കൊടുത്തിരിക്കുന്നത് വാട്ട് ഈസ് പൈ. പൈയുടെ വാല്യൂ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. പൈ എന്ന് പറയുന്ന ലെറ്റർ എങ്ങനെ വന്നു അതൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാൻ പോകുന്നത്. ഇവിടെ ഈ കാണുന്ന സർക്കംഫറൻസിനെ ഞാൻ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു വിച്ച് മീൻസ് 18.85നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? ഇവിടുത്തെ ഡയമീറ്റർ എത്രയാ? 6 സെന്റിമീറ്റർ ആണ്. ഡിവൈഡ് ചെയ്യുന്നു. ഹിയർ ഓൾസോ ഇവിടുത്തെ ഡയമീറ്റർ 7 സെന്റിമീറ്റർ ആണ്. വേറൊരു സർക്കിൾ എടുത്തു, അതിന്റെ ഡയമീറ്റർ 7 സെന്റിമീറ്റർ ആണ്. അതിന്റെ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബൗണ്ടറി ഇറ്റ് ഈസ് 22 സെന്റിമീറ്റർ. എന്താണ് ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബൗണ്ടറി? ഇറ്റ് ഈസ് 22 സെന്റിമീറ്റർ. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? സർക്കംഫറൻസിനെ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു വിച്ച് മീൻസ് 22 ഡിവൈഡഡ് ബൈ 7. Here we know that the diameter of the circle it is 8 centimeter. 6, 7, 8 അങ്ങനെ എടുത്തു. ഓരോ സെന്റിമീറ്റർ ഡയമീറ്റർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബൗണ്ടറിയും കൂടുന്നുണ്ട് അല്ലേ? ഇവിടെ 18.85 ആയിരുന്നു ഡയമീറ്റർ. 6 സെന്റിമീറ്റർ എടുത്തപ്പോൾ 18.85 ആയിരുന്നു എന്ത്? ടോട്ടൽ ലെങ്ത് ഓഫ് ദി boundary. That means the circumference of the circle. If diameter of the circle is 7 centimeter, diameter 1 centimeter കൂടിയപ്പോൾ circumference എന്തായി? 22 centimeter ആയി. When it comes to 8 centimeter, it is 25.1 centimeter. Here also we are having circumference divided by diameter, which means 25.1 divided by 8. നിങ്ങളൊക്കെ ഈ ന്യൂജൻ പിള്ളേരല്ലേ? ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. 18.85നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 22 ഡിവൈഡഡ് ബൈ 7, 25.1 ഡിവൈഡഡ് ബൈ 8. ഇതിനെല്ലാം എത്രയാണ് നമ്പർ വരുന്നത് എന്നൊന്ന് എഴുതിക്കേ. ഇത് എത്ര കിട്ടി? 18.85 ഡിവൈഡഡ് ബൈ 6 3.1416
6, 6, 6, etc. അതങ്ങനെ പോകുന്നു അല്ലേ? ഹൗ അബൌട്ട് 22/7? അതും ഈ പറഞ്ഞ പോലെ 3.14 തുടങ്ങുന്ന ഒരു നമ്പർ തന്നെ ആയിരിക്കും. ഒന്ന് ഡിവൈഡ് ചെയ്തേ 22/7, അതുപോലെ 25.1 ഡിവൈഡഡ് ബൈ 8. എത്ര കിട്ടുന്നതെന്ന് പറഞ്ഞേ? 22/7 എത്ര വന്നു? 3.14. അതും 3.1416 ആ ഒരു രീതിയിൽ പോകും. ഡിവൈഡ് ചെയ്ത് നോക്കി എത്ര വന്നേ? 3.14, 285 എക്സെട്ര. അതിൽ നിൽക്കുന്നില്ല കേട്ടോ, അങ്ങ് പോയിക്കൊണ്ടിരിക്കും. 24.1 ഡിവൈഡ് ബൈ 8 ആണെങ്കിലോ എത്ര വരാ? 3.1375 ആ ഒരു രീതിയിൽ അങ്ങ് പോകും. ഓക്കെ, അപ്പോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതിന്റെ എല്ലാത്തിന്റെയും, അതായത് ഒരു സർക്കംഫറൻസിനെ, സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്താ? ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബൗണ്ടറി ഓഫ് എ സർക്കിൾ, ദാറ്റ് മീൻസ് ദ സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ. ഈ സർക്കംഫറൻസിനെ ഡയമീറ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും എപ്പോഴും ഒരു കോൺസ്റ്റന്റ് നമ്പറിലേക്ക് എത്താൻ തുടങ്ങി. അതായത് 3.14 സ്റ്റാർട്ട് ചെയ്യുന്ന 3.14 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് നമ്പറിലേക്ക് എത്താൻ തുടങ്ങി. അതായത് നമുക്ക് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 3.14 എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇവിടെയും കിട്ടും, റൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു സർക്കംഫറൻസിനെ, സർക്കിളിന്റെ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബൗണ്ടറിനെ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും എപ്പോഴും ഒരു കോൺസ്റ്റന്റ് നമ്പർ കിട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ആ കോൺസ്റ്റന്റ് നമ്പറിനെ ആ കാലഘട്ടത്തിൽ നമ്മൾ കൊടുത്ത ഒരു ലെറ്റർ ആണ് പൈ, which means circumference divided by diameter will be equal to pi. Got it? നമ്മൾ ഒരു കോൺസ്റ്റന്റ് ലെറ്റർ കൊടുക്കുന്നു. സർക്കംഫറൻസിനെ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ എപ്പോഴാണെങ്കിൽ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് എന്ത് കൊടുക്കുന്നു? പൈ എന്ന് കൊടുക്കുന്നു. ആ കാലഘട്ടത്തിൽ നമ്മൾ പൈ എന്നിട്ട് ലെറ്റർ കൊടുത്തു. അതിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്നൊരു ഇക്വേഷൻ ആണ് ഈ ഡയമീറ്റർ റൈറ്റ് സൈഡിലോട്ട് എന്ത് വരും? സർക്കംഫറൻസ് വിൽ ബി ഈക്വൽ ടു പൈ ഡി. ഇനി നമുക്ക് എന്തറിയാം? ഡയമീറ്റർ ഡി എന്ന് പറയുന്ന ഡയമീറ്റർ എന്താണ്? വി നോ ദാറ്റ് ഇറ്റ് ഈസ് ഡബിൾ ദ റേഡിയസ്, റൈറ്റ്? സോ സർക്കംഫറൻസ് വിൽ ബി ഈക്വൽ ടു പൈ ഇൻറ്റു 2r, which refers to circumference equal to 2πr. അങ്ങനെയാണ് ഈ കാണുന്ന ഇക്വേഷൻ നമുക്ക് കൊണ്ടുവന്നത്. വേറൊരു എളുപ്പ വഴിയുണ്ട്. നമുക്ക് ഡയമീറ്റർ അറിയാവുന്നുണ്ടെങ്കിൽ പൈ ഡി കൊടുത്താൽ മതി. ക്ലിയർ? അപ്പോൾ എന്താണ് എന്നുള്ളൊരു ബേസിക് ഐഡിയ കിട്ടിയോ? സർക്കംഫറൻസ് എന്താണെന്നുള്ളൊരു ബേസിക് ഐഡിയ കിട്ടിയല്ലോ. സർക്കംഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് പൈ ഡി, അതർവൈസ് 2πr. ഈ പൈ എന്ന് പറയുന്നത് എന്താണ്? It's a constant number. When circumference of the circle or the total length of the boundary of the circle divided by the diameter of the circle. അപ്പോൾ എന്താണ് പൈ? ഇനിയിപ്പോൾ പൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാമല്ലോ. എന്താണ് പൈ? പൈ എന്ന് പറയുന്നത് ഒരു സർക്കിളിന്റെ, ഏതൊരു സർക്കിൾ എടുത്താലും അതിന്റെ സർക്കംഫറൻസിനെ അല്ലെങ്കിൽ അതിന്റെ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബൗണ്ടറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് നമ്പർ കിട്ടിക്കൊണ്ടേയിരിക്കും. ആ കോൺസ്റ്റന്റ് നമ്പറിനെ വിളിക്കുന്ന പേരാണ് പൈ. ഗോട്ട് ഇറ്റ്? അപ്പോൾ പൈ എന്താണെന്ന് ചോദിച്ചാൽ ഇനി നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാലോ. ഇനി നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ വരുമ്പോഴോ ചേട്ടന്മാരൊക്കെ ഈ പൈനെയൊക്കെ പുച്ഛിച്ച് കളയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? പൈ എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ മക്കളെ നിങ്ങളൊന്നും മിണ്ടരുത്. പൈ എന്ന് പറയുന്നത് ഇന്ന സാധനമാണ് എന്ന് ധൈര്യത്തോടെ നിങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ പൈ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പൈ റെഫേഴ്സ് ടു സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ ഡയമീറ്റർ. പൈ എന്ന് പറയുന്നത് എന്താണ്? സർക്കംഫറൻസിനെ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കോൺസ്റ്റന്റ് നമ്പർ ആണ് പൈ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ പൈ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് വൺ, ഹിയർ ആർ സം പ്രോബ്ലം. ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ is 6 centimeter. Find the circumference of the circle. എന്താണ്? Here we have the diameter of the circle, which means the diameter of the circle it is 6 centimeter. എന്താണ്? ഡയമീറ്റർ എന്താണ്? 6 centimeter ആണ്. Now we have to find the circumference. സർക്കംഫറൻസ് കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു പൈ എന്ന് പറയുന്നത് എന്താണ്? പൈ ഈസ് ദ സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ ഡയമീറ്റർ ആണേ. അപ്പോൾ ഈ ഡയമീറ്റർ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താലോ പൈ ഡി വിൽ ബി ദ സർക്കംഫറൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് ഇക്വേഷൻ്റെ കാര്യം പറഞ്ഞു, 2πr പറഞ്ഞു, അതുപോലെ തന്നെ പൈ ഡിയും പറഞ്ഞു. ഈ ഇക്വേഷനൊക്കെ ഉണ്ടല്ലോ, ചില കുട്ടികളുടെ എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്കാണ്, ഇക്വേഷൻസ് ഒക്കെ എന്തിനാണ് കാണാപ്പാടം പഠിക്കുന്നത്? ഈ ഇക്വേഷൻസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നമ്മൾ ചെയ്യുന്ന ഓരോ ക്രിയകളും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇക്വേഷൻ കൊണ്ടുവരുന്നത്.
ഇക്വേഷൻ ഒരിക്കലും പണ്ടുകാലം മുതൽ കൊണ്ടുവന്ന സാധനമൊന്നുമില്ല, നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് വേണേൽ ഓരോ ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അത് ലോജിക്കലി കറക്റ്റ് ആയിരിക്കണം എന്ന് മാത്രം. ലോജിക്കലി എന്തായിരിക്കണം? ഒരു പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് മാത്രം. ഗോട്ട് ഇറ്റ്? സോ പൈ ഡി എന്താ ലോജിക്കലി പെർഫെക്റ്റ് ആണെന്ന് പറയാൻ കാരണം, ഇവിടെ ഡയമീറ്റർ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്തു. പൈ ഡി വിൽ ബി ദ സർക്കംഫറൻസ്. സർക്കംഫറൻസ് ഇൻ ഇക്വേഷൻ 2πr ആണ്. പൈ ഡി എന്ന് പറഞ്ഞാൽ പൈ ഡി ഒന്നും അല്ല, അത് 2πr ആണ്. അതല്ല പൈ ഡി, അതല്ല 2πr ആണ്. അങ്ങനെ തർക്കം വെക്കേണ്ടല്ല, രണ്ടും ഒരേ കാര്യം തന്നെയാണ്. പൈ ഡി എന്ന് പറയുന്നതും 2πr എന്ന് പറയുന്നതും സെയിം ഒരേ കാര്യം തന്നെയാണ്. റൈറ്റ്? സോ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ഇറ്റ് ഈസ് 6. ചില ബുദ്ധിമാന്മാരെന്ത് ചെയ്യും? ഇതിൽ നിന്ന് റേഡിയസ് കണ്ടുപിടിക്കും. റേഡിയസ് 3 ആണ്. എന്നിട്ട് സർക്കംഫറൻസ് എന്താ? 2πr എന്ന് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? 2 × π × 3 എന്ന് കൊടുക്കും. എന്നിട്ട് എന്താ? 6π എന്ന് കൊടുക്കും. ഇതിങ്ങനെയാണ് നമുക്ക് ഡയറക്റ്റ് 6π എന്ന് എഴുതിയാൽ പോരെ അല്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഹിയർ വി ഹാവ് 6 centimeter is the diameter of the circle and circumference is pi d. എന്താണ്? pi d. d refers to diameter of the circle, which means pi into d. pi into 6. pi into 6 എന്താ? 6π ആണ്. ഇത്രേ ഉള്ളു കാര്യം. നമ്മൾ കാവ്യ കാണിക്കുന്നല്ലേ, ഇത്രേ ഉള്ളു കാര്യം. എന്താ? ഈ റേഡിയസ് എടുത്ത് സർക്കംഫറൻസ് 2πrലോട്ട് കൊണ്ടുവന്നിട്ട് ഡയമീറ്ററിൽ നിന്ന് ഡയറക്റ്റ് റേഡിയസ് കണ്ടുപിടിച്ച് എന്നിട്ട് 2πrലോട്ട് കൊണ്ടുവന്നിട്ട് റേഡിയസിന് പകരം 3 ഇട്ട് കൊടുക്കുന്നതിനേക്കാളും ഇത്രയും കറങ്ങി കുളിക്കുന്നതിനേക്കാളും എളുപ്പം എന്ത് ചെയ്യാം? ഡയമീറ്റർ ഉണ്ടോ, നമുക്ക് ഈസി ആയിട്ട് സർക്കംഫറൻസ് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? ആ ഡയമീറ്ററിൻ്റെ കൂടെ ആ പൈയും ഇട്ട് കൊടുത്താൽ മതി, 6π. ഫോർ അനദർ എക്സാമ്പിൾ, ഇഫ് ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ഇസ് 8 centimeter, diameter of the circle 8 centimeter ആണെങ്കിൽ then what will be the perimeter or what will be the circumference? You can easily tell the answer. It is 8π. That's all. ഒരുപാടൊന്നും തലവെക്കേണ്ട ആവശ്യമില്ല. Got it? Clear ആണേ? Okay ആണേ? Okay. Next one. The radii of two circles are 19 centimeter and 9 centimeter respectively. Find the radius of the circle which has a circumference equal to the sum of the circumferences of two circles. അപ്പോൾ നമുക്കിവിടെ 2 സർക്കിൾ ഉണ്ട്. ക്വസ്റ്റ്യൻ എന്താണെന്ന് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണം. എക്സസൈസ് 12.1 ക്വസ്റ്റ്യൻ ആണ്. റേഡിയ ഓഫ് 2 സർക്കിൾ, 2 സർക്കിൾ ഉണ്ട്. ഈ 2 സർക്കിളിന്റെ റേഡിയസ്, ഫസ്റ്റ് വൺ 19 സെന്റിമീറ്റർ ആൻഡ് ദ സെക്കൻഡ് വൺ 9 സെന്റിമീറ്റർ. ഗോട്ട് ഇറ്റ്? ഇനി ഇതിന്റെ സർക്കംഫറൻസ്, ഈ 2 സർക്കിളിന്റെയും സർക്കംഫറൻസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സർക്കംഫറൻസ് ആണ്. വിച്ച് മീൻസ് ഹിയർ വി ഹാവ് എ സർക്കിൾ, ഹാവിംഗ് റേഡിയസ് 19 സെന്റിമീറ്റർ. ഓക്കെ, റേഡിയസ് R1 എന്ന് കൊടുക്കാം. റേഡിയസ് 19 സെന്റിമീറ്റർ ആണെങ്കിൽ വാട്ട് വിൽ ബി ദ ഡയമീറ്റർ? 19ന്റെ ഡബിൾ എടുത്താൽ പോരെ? 19ന്റെ ഡബിൾ എത്ര വരും? യെസ്, ഇറ്റ് ഈസ് 38. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ സർക്കംഫറൻസ് C1 എന്ന് കൊടുക്കാം. എത്ര വരും? 38π. അതിനകത്ത് ഒരുപാട് 2πr എന്നോ പൈ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയമീറ്റർ കിട്ടിയിട്ടുണ്ടോ, അതിൻ്റെ കൂടെ പൈ ഇട്ട് കൊടുത്താൽ സർക്കംഫറൻസ് ആയി അല്ലേ? സോ സർക്കംഫറൻസ് C1 refers to circumference of the first circle, which is 38π. ഇനി ഒരു സ്മോളർ സർക്കിൾ ഉണ്ട്, അതിന്റെ റേഡിയസ് 9 സെന്റിമീറ്റർ ആണ്. R2 എന്ന് കൊടുക്കാം, which refers to 9 centimeter. What will be the diameter? 9 centimeter double. It is 18 centimeter. What about the circumference of the second circle? 18 centimeter diameter. What will be the circumference? Obviously, it will be 18π. 18π centimeter will be the circumference of the second circle. Got it? Now, we have to find the radius of the circle which has a circumference equal to sum of the circumference of the two circles. നമുക്ക് അടുത്തൊരു സർക്കിൾ കണ്ടുപിടിക്കണം. ആ സർക്കിളിന്റെ റേഡിയസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, മറ്റൊരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിന്റെ റേഡിയസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ദ പ്രോബ്ലം ഈസ് ഈ 2 സർക്കംഫറൻസും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കണം ആ സർക്കിളിന്റെ സർക്കംഫറൻസ്, വിച്ച് റെഫേഴ്സ് C എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ സർക്കംഫറൻസ് ആണ്. ഈ C1 പ്ലസ് C2 ആയിരിക്കണം. ഗോട്ട് ഇറ്റ്? C1 പ്ലസ് C2 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഫസ്റ്റ് സർക്കിളിന്റെ സർക്കംഫറൻസും സെക്കൻഡ് സർക്കിളിന്റെ സർക്കംഫറൻസും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കണം ആ സർക്കിളിന്റെ സർക്കംഫറൻസ്. ഓക്കെ ആണേ? ഓക്കെ, ഫസ്റ്റ് സർക്കിളിന്റെ സർക്കംഫറൻസ് ഇറ്റ് ഈസ് 38π
പ്ലസ് സെക്കൻഡ് സർക്കിളിന്റെ സർക്കംഫറൻസ് എത്രയാ? ഇറ്റ് ഈസ് 18 പൈ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 38 plus 10 48. 48 plus 8 56, right? So 56 പൈ. 56 പൈ സെന്റിമീറ്റർ ആണ് ഈ കാണുന്ന സർക്കിളിന്റെ സർക്കംഫറൻസ്. 56 പൈ സെന്റിമീറ്റർ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഡയമീറ്ററിൽ നിന്ന് സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡയമീറ്ററിന്റെ കൂടെ പൈ ഇട്ട് കൊടുത്താൽ മതി പറഞ്ഞു ആണേ. അപ്പൊ നേരെ തിരിച്ചു പറഞ്ഞാലോ, സർക്കംഫറൻസ് തന്നിട്ട് അതിൽ നിന്ന് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വാട്ട് വിൽ ബി ദ ഡയമീറ്റർ? ആ പൈയുടെ കൂടെ വരുന്ന നമ്പർ എന്താണോ അതാണ് ഡയമീറ്റർ അല്ലെ? പൈയുടെ കൂടെ വരുന്ന നമ്പർ എന്താണോ അത് തന്നെയാണ് ഡയമീറ്റർ. സോ വാട്ട് വിൽ ബി ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ? ഇറ്റ് വിൽ ബി 56 സെന്റിമീറ്റർ. ഈസി ആയിട്ട് നമുക്ക് എഴുതാം. 56 സെന്റിമീറ്റർ വിൽ ബി ദ ഡയമീറ്റർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സർക്കിൾ. ഗോട്ട് ഇറ്റ്? Now, what will be the radius of the circle? ഈ ഡയമീറ്റർ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ഡി കൊടുക്കാം. ഓക്കെ, വാട്ട് അബൌട്ട് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? ഡയമീറ്ററിന്റെ ഹാഫ് ആണ് റേഡിയസ് ആണ്. അപ്പോ വാട്ട് വിൽ ബി ദ റേഡിയസ്? 56 ഡിവൈഡഡ് ബൈ 2 എത്ര വരും? 56 ഡിവൈഡഡ് ബൈ 2. 50യുടെ ഹാഫ് 25, 6ന്റെ ഹാഫ് 3. സോ ഇറ്റ് വിൽ ബി 28 സെന്റിമീറ്റർ. ഗോട്ട് ഇറ്റ്? അല്ലേ? 28 സെന്റിമീറ്റർ. ഇനി ലോജിക്കലി ഞാനൊരു കാര്യം പറയട്ടെ. ഈ സർക്കിളും കൂടെ ചേർത്തിട്ടാണ് ഈ കാണുന്ന വലിയ സർക്കിൾ എടുക്കുന്നത് ആണേ. അപ്പോൾ ഇതിന്റെ സർക്കംഫറൻസും കൂടെ ചേർന്നതാണ് ഈ കാണുന്ന സർക്കിളിന്റെ സർക്കംഫറൻസ്. ഇതിന്റെ റേഡിയസ് 19 ആണ്, ഇതിന്റെ റേഡിയസ് 9 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എത്ര വരും? 19 plus 9 that also 28, right? 19ന്റെ കൂടെ 9 ആഡ് ചെയ്താൽ ഇറ്റ് വിൽ ബി 28. ആ 28 നമുക്ക് ഇവിടെ വന്ന റേഡിയസ്. ലോജിക്കൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണക്ട് ചെയ്യാൻ പറ്റും. ഗോട്ട് ഇറ്റ്? ഓക്കെ, ജസ്റ്റ് ചെയ്തു നോക്കും. നമ്മൾ എന്താ ചെയ്തേ? 19 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളും 9 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളും കൺസിഡർ ചെയ്തു. ഈ 19 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിച്ചു C1. 9 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിച്ചു C2. Then that question demands we have to add the circumference of these two circles. ഈ രണ്ട് സർക്കിളിന്റെയും സർക്കംഫറൻസ് തമ്മിൽ ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ C1 plus C2 എടുത്തു, which means 38 പൈ and 18 പൈ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 56 പൈ കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഡയമീറ്റർ എടുത്തെഴുതാം. ഈ വലിയ സർക്കിളിന്റെ ഡയമീറ്റർ വിൽ ബി 56. ഇനി 56ന്റെ ഹാഫ് എടുത്താൽ പോരെ? 56ന്റെ ഹാഫ് എത്ര ആയിരിക്കും? 28 ആയിരിക്കും. ഗോട്ട് ഇറ്റ്? ക്ലിയർ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എന്താ? 19ഉം 9ഉം കൂടെ ആഡ് ചെയ്താലും എത്ര തന്നെ വരും? 28 തന്നെ വരും. ഓക്കെ, ദാറ്റ്സ് ഓൾ. സോ സർക്കംഫറൻസ് എന്താണെന്നും അതുപോലെ തന്നെ സർക്കിൾസിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത സെഷൻ കയറുമ്പോഴത്തേക്ക് നമുക്ക് ഏരിയ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഏരിയ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തുള്ള കുറച്ച് കാര്യങ്ങളും അതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ടിൽ ദെൻ, ബൈ ബൈ.